പ്രതിപത്യാപരമായിരിക്കും. അദ്ദേഹം അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വവംശ വിവാഹ നിഷ്ഠ വേണ്ടത് വെക്കുന്ന താല്പര്യപരമായിരിക്കും. നമ്മൾ ഇതുവരെ തുടർന്നു കൊണ്ടുവന്ന നമ്മുടെ അവകാശങ്ങൾ ഇനിയും തുടർന്ന് കിട്ടണം. അതിനെ ഒരുപക്ഷെ നമ്മൾ വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ നമ്മൾ പരാജയപ്പെട്ടു. അതുകൊണ്ടായിരിക്കാം നമുക്കിത് ലഭിക്കാൻ സാധിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് വരാനായിട്ട് ഇപ്പൊ നമുക്ക് അമേരിക്കയിൽ ഇതിന് നല്ലൊരു മൂവ്മെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ സാബു ചെമ്മലക്കുഴി അവിടെ നിന്നെത്തി കേരളത്തിൽ ഇതുപോലെ ഒരു ചെറിയ മൂവ്മെന്റ്, ഈ മൂവ്മെന്റ് ആരംഭിച്ച ഇതിൽ നിന്നും നമുക്കറിയാം ഒരു ചെറിയ വെള്ളത്തിൽ ഒരു ചെറിയ കല്ലെടുപ്പോൾ കിട്ടുന്ന ചെറിയ ഓളം പോലെ ഉണ്ടാകുന്ന ഒരു ഓളം, അതൊരു വലിയ ഓളമായിട്ട് അത് എല്ലാ ഗ്രാനായ മക്കളുടെയും ഇത് നമ്മുടെ അവകാശമാണെന്നുള്ള ബോധ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് എല്ലാവരും മുമ്പോട്ട് വരേണ്ടതാണ്. ഇതോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ അധികാര പരിധിക്ക് പുറത്തുള്ള ജ്ഞാനായ മക്കളുടെ അജപാലന അധികാരത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു 10 അംഗ സമിതിയെ നമ്മുടെ പാസ്റ്ററൽ കൗൺസിൽ നിയമിക്കുകയുണ്ടായി. വളരെ വിശദമായിട്ട് പഠിച്ച ആ 10 അംഗ സമിതി ഏതാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്, ഏതാനും കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നിരുന്ന പാരമ്പര്യം തുടർന്നു കൊണ്ടുപോവുക, സമുദായ വിവാഹ നിഷ്ഠ മുമ്പോട്ട് തുടർന്നു കൊണ്ടുപോവുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഈ ശക്തമായിട്ട് ഈ മൂവ്മെന്റിന്റെ പുറകെ മുമ്പോട്ട് വരണമെന്നും അങ്ങനെ നമുക്കുള്ള ന്യായമായ അവകാശം, വെറും ന്യായമായ അവകാശങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ യുവജനങ്ങൾ ഉൾപ്പെടെ ദേശീയവയൽ അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും മുമ്പോട്ട് വന്ന് ഇത് മുമ്പോട്ട് കൊണ്ടുവരണമെന്ന് പ്രത്യേകം ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മൂവ്മെന്റ് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് വന്ന ശ്രീ ചാപ്പു ചെമ്മലക്കുഴി, ശ്രീ ഡോൺ ബോസ്കോ ഇതിനായി നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും പ്രത്യേകം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇന്നത്തെ കോട്ടയം അതിരൂപത കത്തീഡ്രൽ പള്ളിയിൽ നിന്ന് ഈ പ്രയാണത്തെ നയിക്കുന്ന ശ്രീ സാബു ചെമ്മലക്കുഴി, അതോടൊപ്പം തന്നെ ഈ പദയാത്രയിൽ പങ്കുചേരുന്ന സ്നേഹം നിറഞ്ഞ സമുദായങ്ങളെ, സുഹൃത്തുക്കളെ, കുറേ കാലങ്ങളായി നമുക്കറിയാം ഗ്രാനായ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും വളരെയധികം വിഷമിക്കുന്ന ഒരു വസ്തുത, നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ സമുദായത്തെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് ഇടയ്ക്ക് എന്തോ ചില കല്ലുകടി മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളൊരു വസ്തുത ഏവർക്കും അറിയാവുന്നതാണ്. ഇത് ഒരു ന്യൂനപക്ഷമെന്ന നിലയിൽ ഓരോ ജ്ഞാനായക്കാരെയും 2012 ശേഷം വളരെയധികം വേദനിപ്പിച്ച സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു പ്രതികരണം എന്ന നിലയിലാണ് അറ്റ്ലാന്റയിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സമുദായാംഗങ്ങളും അവരുടെ പ്രോത്സാഹനത്തോടുകൂടി തന്നെ അമേരിക്കയിലെ KCCNയുടെ സപ്പോർട്ടോടുകൂടി തന്നെ സാബു ചെമ്മലക്കുഴി ഇത്രയും കഠിനമായ ഈ ചൂടിൽ കൂടെ തന്നെ ആ മനസ്സിൻ്റെ ആ വേദന എന്തുമാത്രമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രതികരണം കൂടിയാണ് ഈ ചുള്ളുന്ന ചൂടിൽ കൂടെ കോട്ടയത്ത് നിന്ന് ഈ ടാറിൻ്റെ മുകളിൽ കൂടെ ഈ വെയിലത്ത് നമ്മുടെ ജനങ്ങളെ നയിച്ചുകൊണ്ട് കാക്കനാട് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ആലഞ്ചേരി ആർച്ച് ബിഷപ്പിൻ്റെ അടുത്ത് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പോകുന്നത്. ഇതിനുവേണ്ടി ഇത് പങ്കെടുക്കുന്ന എല്ലാവരോടൊപ്പം തന്നെ ഈ സമുദായത്തെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയവികാരങ്ങളോടുകൂടിയാണ് ശ്രീ സാബു ചെമ്മലക്കുഴി ജാഥയെ നയിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം AD 345 വളരെ മാർത്തോമ സ്ലീഹ ഇവിടെ സഭ സ്ഥാപിച്ചതിന് ശേഷം ചിന്നിച്ചെതറിപ്പോയ കത്തോലിക്ക സഭയെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ജ്ഞായത്തോമ്മൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ കാലത്തെ കഠിനമായ കാലാവസ്ഥയിൽ പോലും പായ്ക്കപ്പൽ ജീവനും പോലും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലാതെ നമ്മുടെ സമുദായാംഗങ്ങൾ, നമ്മുടെ പൂർവികർ ഇവിടെയൊക്കെ കൊടുങ്ങല്ലൂർ വന്നെത്തിയത്. നമ്മുടെ പൂർവികർ കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ സമുദായത്തെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് ഈ സമുദായം ഇത്രയും കാലം നിലനിന്നത്. എന്തുകൊണ്ടോ
നമ്മുടെ വളർച്ചയിൽ അസൂയ പിടിച്ച ചിലർ ഇത് മുന്നോട്ട് വളരുമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ നമുക്കെല്ലാം ഒന്നാകാമെന്നുള്ള ഉദ്ദേശത്തിൽ ഇതിനെ ഛിന്നഭിന്നമാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിച്ചതിൻ്റെ ഒരു ഭാഗമായി ആണ് 2012 അതുപോലെ ഒരു സ്ക്രിപ്റ്റ് വത്തിക്കാനിൽ നിന്ന് ഇറങ്ങേണ്ട വന്നത്. നമുക്കറിയാം, അതുപോലെ ഒരു സംഭവം ഉണ്ടാകുകയാണെങ്കിൽ ഈ കോട്ടയം രൂപത സ്ഥാപിക്കുന്നതിന് 1911 മാക്കി പിതാവ് അന്ന് അദ്ദേഹം സഹിച്ച ത്യാഗത്തിനും ഇതുപോലൊരു രൂപതയ്ക്കും പ്രസക്തി തന്നെ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ ഒന്നാകുകയാണെങ്കിൽ എന്ത് നേട്ടമാണ് മറ്റുള്ളവർക്കുള്ളത്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ ചുരുങ്ങിയ 1,25,000 പേര് 60 രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഈ ക്നാനായക്കാരുടെ അവരുടെ അടിസ്ഥാനം തന്നെ, അവരുടെ വളർച്ചയുടെ അടിസ്ഥാനം തന്നെ അവരുടെ ഒരുമയും സ്നേഹവുമാണ്. ആ ഒരുമയും ഇല്ലാതാക്കി എല്ലാം കൂടെ ഒന്നാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നാൽ പിന്നീട് ഇങ്ങനെ 1911 കോട്ടയം രൂപത 10ാം പീസാൽ സ്ഥാപിക്ക് തന്നെ ഒരു കോട്ടയം രൂപതയ്ക്ക് തന്നെ നിലനിൽപ്പില്ലാതായിട്ട് വരികയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ മനസ്സിലുള്ളൂ. ഒന്നുമല്ല, നമുക്കൊന്നും വേണ്ട. ചിങ്ങവനത്തെ ഭദ്രാസനത്തിന് കിട്ടിയ പോലെ തന്നെ ക്നാനായക്കാർ ലോകത്തിൻ്റെ എവിടെയുണ്ടോ അവിടെയെല്ലാം നമ്മുടെ ആർച്ച് ബിഷപ്പിന് അധികാരം കിട്ടുക. എങ്കിൽ മാത്രമേ ഉള്ളൂ അമേരിക്കയിലും മറ്റും സ്ഥാപിച്ചിരിക്കുന്ന 11 പള്ളിക്കും അവിടെയുള്ള വിശ്വാസികൾക്കും ഈ സമുദായത്തോട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിലാണ് പലരും ശ്രമിക്കുന്നു. സാബു ചെമ്മലക്കുഴി ശരിക്ക് പ്രവർത്തിക്കുന്നു. അതുപോലുള്ള പ്രവർത്തനം അദ്ദേഹത്തോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആശംസയും അതോടൊപ്പം തന്നെ ഈ പ്രയാണത്തിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കബനിയിലേക്ക് ശ്രീ സാബു ചെമ്മലക്കുടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജ്ഞാനായ വിമോചന യാത്ര എത്തിച്ചേരുകയാണ്. കോട്ടയം അതിരൂപതയുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 104 വർഷമായിട്ട് നമുക്ക് ജ്ഞാനായ രൂപത കിട്ടി. അതിൽ നിന്ന് ഒരു അര ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ സീറോ മലബാർ ഹൈറാക്കിയുടെ ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള ഈ വിമോചന യാത്ര, ജ്ഞാനായക്കാർ സീറോ മലബാർ ന്യൂനപക്ഷമാണല്ലോ, ആയതിൽ നമ്മളുടെ എല്ലാം വിഷമവും സങ്കടവും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോട്ടയം അതിരൂപത ആസ്ഥാനത്ത് നിന്നും നമ്മൾ പദയാത്രയായി നടന്ന് നമ്മളുടെ പ്രതിഷേധവും സങ്കടവും നമ്മുടെ ആലഞ്ചേരി പിതാവിൻ്റെ മുമ്പിൽ അറിയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ 1.5 വർഷം മുമ്പ് തുടങ്ങിയ പരിപാടികളുടെ ഒരു ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും 2012 ഡിസംബർ 20-ാം തീയതി മാർ അങ്ങാടിയത്ത് പിതാവിൻ്റെ ഇടയലേഖനം വായിച്ച് ഇനി എന്തു ചെയ്യും? അദ്ദേഹം പറഞ്ഞ ഇടയലേഖനം എങ്ങനെയായിരുന്നു? ഇനി മുതൽ ക്നാനായ പള്ളികളൊന്നും ക്നാനായക്കാർക്കായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന്. അപ്പോൾ അതിന് എങ്ങനെ പ്രതികരിക്കണം എന്ന് വളരെ ദിവസങ്ങൾ ഞങ്ങളൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ചിന്തിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ചിക്കാഗോയിൽ ഒരു പദയാത്ര നടത്തിയത്. അതായത് നമ്മുടെ ജേക്കബ് അങ്ങാടിയത്തിൻ്റെ വസതിയിലേക്ക് ഞങ്ങൾ 3000-ഓളം ക്നാനായക്കാർ ഒത്തൊരുമിച്ചൊരു പദയാത്ര നടത്തി. അത് കഴിഞ്ഞ ശേഷം മാർച്ച് 4-ാം തീയതി മുതൽ കത്തുകൾ അയക്കുന്ന ഒരു സംരംഭവും ഞങ്ങൾ തുടങ്ങി. 4 ലെറ്ററുകളാണ് ദിവസവും മെയിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 458-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ മെയിൽ പോയിരിക്കുന്നത് 458-ാമത്തെ ദിവസമാണ്. നമ്മൾ പ്രാർത്ഥനയിലും സ്നേഹത്തിലും യാതൊരുവിധ ആയുധങ്ങളൊന്നും എടുക്കാതെ സ്നേഹപൂർവം അപ്പൻ മക്കളോട് അപേക്ഷിക്കുന്നത് പോലെ നമ്മൾ വളരെ വിഷമ അവസ്ഥ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ തീരുമാനിച്ചത്. അതിനുശേഷം അടുത്ത വർഷം ഇതിലും സ്ട്രോങ് ആയിട്ടാണ്, അതായത് അറ്റ്ലാന്റയിൽ നിന്ന് ചിക്കാഗോ വരെ 800 മൈൽ നടന്നു. 800 മൈൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഇവിടുന്ന് ബോംബെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. നടന്ന് നമ്മുടെ പ്രതിഷേധം അറിയിച്ച് എങ്ങനെയെങ്കിലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആ അജപാലന സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം പ്രാർത്ഥനാപരമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുകയാണ്.
അതിനുശേഷം